തിരിച്ചു വന്നപ്പോൾ നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞു, സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല. പക്ഷേ ഫാദർ അറിഞ്ഞു, അടിച്ചു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ SSLC വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാണ് പ്രേംപ്രകാശ്. എന്ന് ഞാൻ ഇങ്ങനെ ആയത് അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതൊന്നും മറക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നോ ഒരു സ്റ്റാറാണെന്നോ, അദ്ദേഹത്തിൻ്റെ വഴിയിലൊരു സ്റ്റാറായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതും. അദ്ദേഹം ഈ സ്ത്രീകളോട് ഈ ബ്രാഡ്സൊക്കെ അഭിനയിക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല. ആർക്ക്? ചിന്നമ്മ എന്ന് പറഞ്ഞാൽ ജോസ് പ്രകാശ് സാറിന്റെ ഭാര്യ. ചേച്ചിയുടെ പേരാ. ഇത് കണ്ട 100 ഇത് കിട്ടണമെങ്കിൽ, ഇത് കാണണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. പാട്ടുകാരനാകാൻ മോഹിച്ച് കോട്ടയത്ത് നിന്നും കോടമ്പക്കത്തേക്ക് എത്തിയ ഒരു അച്ചായൻ, കുന്നേൽ ജോസഫ്. തിക്കുറിശിയുടെ കൈപിടിച്ച് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാൽ ഹരിശ്രീ കുറിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ പിന്നീട് പ്രേം നസീർ ഉൾപ്പെടെയുള്ള നായകന്മാർക്കായി 8ഓളം ചിത്രങ്ങളിൽ തന്റെ ആലാപന മാധുര്യം സമ്മാനിച്ചു. നായകനും ഗായകനുമൊപ്പം കയ്യടി കിട്ടുന്ന ഏറ്റവും താരപ്പകിട്ടുള്ള പ്രതിനായകനായി പിന്നീട് ഏറെക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു അയാൾ. കടിച്ചു പിടിച്ച പൈപ്പും ചീകിയൊതുക്കിയ മുടിയും തന്റേത് മാത്രമായ ഒരു ആക്സന്റിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറിയുമായി ഒരു കോട്ടിനുള്ളിൽ കയറി അയാൾ കൊട്ടകയിലെത്തിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എത്രയോ വട്ടം പെരുമ്പറ മുഴക്കി. തട്ടുപൊളിപ്പൻ പാട്ടുകളും തീറ്റ കൊടുക്കുന്ന മുതലക്കുഞ്ഞുങ്ങളും ജഗ്ഗുവിനെ പോലെ തഗ് പറയുന്ന കിങ്കരന്മാരും നിറഞ്ഞ ഒരു കൊട്ടൻ വില്ലൻ സെറ്റപ്പിൽ മറ്റാരെയും അദ്ദേഹത്തിന് പകരം നമുക്ക് അന്നും ഇന്നും സങ്കല്പിക്കാനാവില്ല. കോട്ടയം കുഞ്ഞച്ചനിലെയും ആകാശദൂതിലെയും ഒക്കെ പരമ സാത്വികനായ കഥാപാത്രങ്ങളും ഭക്തിരസപ്രധാനമായ ചിത്രങ്ങളിൽ ഭീഷ്മരായും സ്നാപക യോഹന്നാനായുമെല്ലാം അദ്ദേഹം നമ്മുടെ ഹൃദയം കവർന്നു. തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ എത്ര ചെറുതായാലും വലുതായാലും ആ കഥാപാത്രങ്ങൾക്ക് സവിശേഷമായ ഒരു ആത്മപ്രകാശം നൽകുന്ന അപൂർവ നടൻ. ഓർമ്മയിൽ എന്നും ജോസ് പ്രകാശ്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിൽ. അപ്പോൾ എന്നെ ഒറ്റിക്കൊടുക്കാൻ നിനക്ക് നിഷ്പ്രയാസം കഴിയുമല്ലോ. കരയാതെ മോളെ, വലിയ ശിക്ഷയൊന്നും കാണത്തില്ല. കൂടിയാ 1 വർഷം, അത് കഴിഞ്ഞ് അവനിക്ക് വരും. ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം. നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും. നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രം ആഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. നീ മാത്രം കഴിച്ചാൽ മതിയോടാ. വെരി പ്രാക്ടിക്കൽ. ഐ ലൈക്ക്. അവൻ ആരാണ് നിന്റെ അപ്പനോ? എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്നു കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇവന്റെ മുതലാളി വഞ്ചിച്ചിട്ടല്ലേ അവൻ നമുക്ക് സേവനം ചെയ്തത്? ഇന്നലെ വരെ പാലൂട്ടി കൈക്കല്ലേ അവൻ തിരിഞ്ഞു കൊത്തിയത്? ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം എത്തുന്നത് വളരെ ബഹുമാന്യനായ ജോസ് പ്രകാശ് സാറിന്റെ സഹോദരൻ, ചലച്ചിത്ര നിർമ്മാതാവ്, അഭിനേതാവ് തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേം പ്രകാശ് സാർ. സ്വാഗതം. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക് പ്രേം പ്രകാശ് സാറിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങളുടെ ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡ് പ്രേം നസീർ സാറിനെ കുറിച്ചായിരുന്നു. പ്രേം നസീർ സാറിനെ കുറിച്ചുള്ള എപ്പിസോഡായിരിക്കും ഒരു പക്ഷേ ഈ എപ്പിസോഡുകളിൽ ഏറ്റവും മലയാള സിനിമയുടെ തുടക്കകാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡെന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം 1952-53 കാലഘട്ടങ്ങളിൽ നിന്നാണ് ആ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നാൽ ഒരു പക്ഷേ ജോസ് പ്രകാശ് സാറിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ
ഒരല്പം കൂടെ പിന്നിൽ നിന്ന് നമുക്ക് ആരംഭിക്കാനാവും. പല എപ്പിസോഡുകളിലും ഞാൻ പറയാറുണ്ട്, ഇത് ഏതെങ്കിലും ഒരു നടനെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളല്ല, ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലുള്ള സിനിമകളെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളാണെന്ന് പറയാറുണ്ട്. അദ്ദേഹമല്ലേ കുടുംബത്തിൽ നിന്ന് ആദ്യം സിനിമയിലെത്തുന്ന ആള്? തീർച്ചയായിട്ടും. തിക്കുറിശി സാർ അദ്ദേഹത്തിനെ കോട്ടയത്ത് ഒരു പരിപാടിയിൽ കാണുകയോ അങ്ങനെ എന്തോ അല്ലേ സംഭവം? അതായത് ഈ റാം മനോഹർ ലോഹിയയുടെ ഒരു പ്രോഗ്രാം കോട്ടയത്തുണ്ടായിരുന്നു. അന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് ഒരു ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടകർ പാട്ടുകാരനായിട്ട് ക്ഷണിച്ചത് എൻ്റെ ജ്യേഷ്ഠനെ. തിരുനക്കരയിൽ റാം മനോഹർ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ തിരക്കിയപ്പോൾ ആരുണ്ടെന്ന് ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ആരോ ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞു. ബേബി എന്നൊരു പയ്യൻ കോട്ടയത്തുണ്ട്. ബേബി എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. നാട്ടിൽ വിളിക്കുന്നവർ ബേബി എന്നാ. അപ്പോൾ ജ്യേഷ്ഠനെ വിളിക്കുന്നു, അവിടെ പാടുന്നു. ആ പാട്ട് പാടി കേട്ടതോ അറിഞ്ഞതോ ആയിട്ട് തിക്കുറിശി സാറ്. അത് ഏത് പാട്ടായിരുന്നു അറിയോ? ഹിന്ദി പാട്ടിനോടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ചേട്ടൻ. ഞങ്ങളൊക്കെ ഹിന്ദി പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ മേരി കഹാനി ഭൂലിനെ വാല എന്നൊരു റഫീയുടെ ഒരു പാട്ടുണ്ട്. അവസാനം ആ പാട്ട് പാടി പ്രശസ്തനായപ്പോൾ നാട്ടുകാർ മേരി കഹാനി ബേബി എന്നുള്ള പേരും കൂടി ഇട്ടു, കുറേ പേര്. അതെ. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് സിനിമയിലേക്ക് ഒരു അവസരം കൊടുത്തത്. തിക്കുറിശി സാർ ഈ പാട്ട് പാടിയ കാര്യം അറിഞ്ഞ് ഇതാരാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ വിളിപ്പിച്ച് തിക്കുറിശിനെ പോയി കണ്ട് പുള്ളി പാട്ട് പാടാൻ അവസരം കൊടുത്തു. അന്ന് പാട്ട് പാടല് മദ്രാസിലല്ലേ? മദ്രാസിലാ. അതെ. അപ്പൊ സ്റ്റേജ് പാടുന്ന കണ്ടിട്ട് നേരെ മദ്രാസിന് കൊണ്ടുപോയി. അവിടെ ദക്ഷിണാമൂർത്തി സ്വാമികളായിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെയാണ് പാടിക്കുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഇതിലും വലിയ തുടക്കം കിട്ടാനില്ല. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അടുത്ത് ചെല്ലുന്നു, അവിടുന്ന് പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നത് 6-7 പടങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട്. ഏതാണ്ട് 8 പടങ്ങളിൽ പാടിയിട്ടുണ്ട്. 8 പടത്തിൽ നസീർ സാറിന് ഉൾപ്പെടെ പിന്നണി പാടിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തിലേക്ക് മറിഞ്ഞത് എങ്ങനെയാ? അത് ജ്യേഷ്ഠന്റെ കാര്യം പറയുമ്പോൾ 1926 എൻ്റെ ജ്യേഷ്ഠൻ ജനിക്കുന്നത്. ഏതാണ്ട് 16 വയസ്സുള്ളപ്പോൾ SSLC പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പട്ടാളത്തിലേക്ക് പോയി. 16 വയസ്സിൽ പട്ടാളത്തിൽ പോയ ആളാ. അതിന് വേറൊരു കഥയുണ്ട്. എന്നാൽ നമുക്ക് ഇരുന്ന് പറയാം. 16 വയസ്സിൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ ഒരു കഥയുണ്ട്. എൻ്റെ ഫാദർ കലയോടോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊന്നും അത്ര താല്പര്യനായ ആളല്ലായിരുന്നു. അമ്മ പാടുമായിരുന്നു. എന്ന് വെച്ചാൽ ഭക്തിഗാനങ്ങളൊക്കെ, അല്ലാതെ മറ്റു പാട്ടുകളൊന്നുമല്ല. അപ്പം പാട്ടുകളോടൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അന്ന് സിനിമയ്ക്കും കാണാൻ പോകുന്ന ചേട്ടന് വലിയ ഹരമായിരുന്നു. കള്ളം പറയുന്നത് എൻ്റെ ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. ജ്യേഷ്ഠനും കൂട്ടുകാരും കൂടി വീട്ടിൽ പറയാതെ സിനിമ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞു. സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല. പക്ഷേ ഫാദർ അറിഞ്ഞു, അടിച്ചു, ഒറ്റ അടി കൊടുത്തു. ഇതിൽ വിഷമിച്ചിട്ട് പിറ്റേ ദിവസം കുറേ കൂട്ടുകാരെ കൂടെ കൂട്ടി പട്ടാളത്തിൽ ചേരാനായിട്ട് അന്ന് എവിടെയോ ഒരു ക്യാമ്പ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അതിന് പോയി. അവിടെ പോയി പട്ടാളത്തിൽ ചേർന്ന് ആരോടും പറയാ പൊക്കളഞ്ഞു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ SSLC വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാണ്. അല്ല, അപ്പം പട്ടാളത്തിൽ നിന്ന് ചേരാൻ ഈ SSLC സർട്ടിഫിക്കറ്റ് നോട്ടോ അങ്ങനൊന്നുമില്ല, എന്തൊക്കെയോ സാധിച്ചു കിട്ടി. ചെറിയ ഒരു ജോലിയായിരുന്നായിരിക്കുമല്ലോ ആദ്യം. അങ്ങനെ കിട്ടിപ്പോയതാ. പക്ഷെ 7 കൊല്ലം അവിടെ ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഫാദർ ഇതിൻ്റെ അധികാരികൾക്കൊക്കെ കത്തൊക്കെ അയച്ചു തുടങ്ങി, അവനെ തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഞാൻ ജനിക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ 1926 10ാം ക്ലാസ്സിലാകുമ്പോൾ ഒരു 35-36 അപ്പം ഈ പട്ടാളത്തിൽ ചേർന്നു എന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ല. അതെ, അന്നും റോയൽ എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. അന്ന് ഈ ഭരണകാല ബ്രിട്ടീഷ് റോയൽ ആർമിയിലായിരുന്നു. അതായിരുന്നു ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റോയൽ ആർമി എന്ന് പറയുന്ന അതിലാണ് ചേരുന്നത്. അതിൻ്റെ അനുഭവങ്ങളൊക്കെ പുള്ളി പിന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് ബോഡി ഗാർഡായിട്ട് പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വികാരഭരിതമായ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ളത്, ഞാൻ ജനിക്കുമ്പോൾ ജ്യേഷ്ഠൻ പട്ടാളത്തിലാണ്. എനിക്ക് ഏതാണ്ട് 1 വയസ്സുള്ളപ്പോഴാണ് എന്നെ ആദ്യം വന്ന് കാണുന്നത്, ഇളയ അനിയനെ. 1 വയസ്സുള്ളപ്പോൾ
ഈ സിംഗപ്പൂര്, ബർമ്മ അവിടെയൊക്കെ എവിടെയൊക്കെയോ ജോലി ആയിരുന്നു കേട്ടിട്ടുണ്ട്. ഓട്ടിട്ടുണ്ട്. ഇത് അവിടെ എവിടെയോ ഡൽഹിയിൽ നിന്ന് വന്ന് ഇളയ അനിയനെ കാണാൻ വരുന്നത് എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ജ്യേഷ്ഠൻ വന്ന് കാണുന്നത്. ഞങ്ങൾ 8 പേരാണ് കേട്ടോ. അതിൽ 1-മനാണ് ജോസ് പ്രകാശ്, ഞാൻ 8-മനാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. 8-മനാണ് പ്രേംപ്രകാശ്. 8-മനാണ് ഞാൻ. അപ്പം പട്ടാളത്തിൽ പോകുന്നു, ബ്രിട്ടീഷിൽ ഇതിൽ ചേരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 50കളുടെ തുടക്കമായി സിനിമയിലെത്തുമ്പോൾ അതെ പാട്ടുകാരനായിട്ട് എനിക്ക് അന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമ ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് ഹീറോ തന്നെ പാടുകയും ഹീറോ തന്നെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ പാടുകയും അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് അഭിനയിക്കാൻ ആദ്യം അഭിനയിച്ച് വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ടെന്നുള്ളതാണോ? പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠൻ ചെയ്തത്, നമ്മുടെ മണർകാട് കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പാലായിൽ. അവർക്ക് നാടക കമ്പനി ഉണ്ടായിരുന്നു, ഐക്യ കേരള കലാസഭ എന്ന് പറഞ്ഞ്. അതിലെ ഒരു അഭിനേതാവായിട്ട് ജ്യേഷ്ഠൻ പോയി. അതിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നാടക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിൽ അവസരം കിട്ടിയതും പ്രേമലേഖ, വിശപ്പിൻ്റെ വിളി, ശരിയോതിട്ട പടങ്ങളിലൊക്കെ അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്നത്. ഈ വിശപ്പിന്റെ വിളിയാന്ന് തോന്നുന്നു നസീർ സാറിന്റെ റിലീസായ ആദ്യത്തെ പടം. അതെ, റിലീസ് 53-ലാണെന്ന് തോന്നുന്നു. 52-ലോ 53-ലോ ആണത് ചെയ്തത്. അപ്പം അങ്ങനെ അതിലേക്ക് പോയി. പിന്നെ സിനിമ തട്ടകമായി. ഇതിനിടയ്ക്ക് സ്വന്തമായിട്ട് നാടക കമ്പനി, നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക കമ്പനി കോട്ടയത്തോടെ കുറേ പ്രസിദ്ധമായ 3-4 നാടകങ്ങൾ, സാത്താൻ ഉറങ്ങുന്നില്ല, പോലീസ് സ്റ്റേഷൻ, ഫ്ലോറി, ഇതൊക്കെ പുള്ളിയുടെ നാടകങ്ങളാണ്. അതോടൊപ്പം സിനിമയിലേക്കുമായി ബിസിനസ് നടത്തിയിട്ടില്ലേ ഇതിനിടയില്? തേയില കച്ചവടം അങ്ങനെ എന്തൊക്കെ? തേയില ബിസിനസ് ആദ്യമായിട്ട് 47-ലാണ് തുടങ്ങുന്നത്. ഫാദറായിട്ട് തുടങ്ങി. അന്ന് ജ്യേഷ്ഠനും ഉണ്ട് അതിൻ്റെ ഒരു നടത്തിപ്പുകാരനായിട്ട്. ജ്യേഷ്ഠൻ ആദ്യമായിട്ട് വേറെ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ് കോട്ടയത്തെ പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ. കോട്ടയത്തെ ആദ്യത്തെ ഡ്രൈ ക്ലീനിങ് കട കോട്ടയത്ത് തുടങ്ങിയതാണ്. അതെ. ഇത് കാലഘട്ടം ഇത് എനിക്ക് തോന്നുന്നത് പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ തുടങ്ങുന്ന 55-ലാണ്. തേയില കച്ചവടം 47-ൽ ഫാദർ തുടങ്ങി. നമ്മുടെ പ്രേക്ഷകര് ഇതിങ്ങനെ കണ്ട് പോകുന്ന പ്രേക്ഷകർ ആലോചിക്കണം, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു കാര്യമാണ്. അതെ, ഏതാണ്ട് 77 കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ് ഞാൻ എന്ന് പറയുമ്പോൾ. അന്നൊക്കെ ഞാൻ തീരെ പൊടിപ്പയ്യനാണെന്നറിയാമല്ലോ. അതിനുശേഷമാണ് സുബ്രഹ്മണ്യം മുതലാളിയുടെ അവിടെ പോവുകയും മെരിലാൻഡിലെ ഒരു സ്ഥിരം നടനായിട്ട് മാറി. അതുപോലെ ആദ്യകാലത്ത് പുള്ളി വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് കുഞ്ചാക്കോയും KV കോശിയും കൂടി എടുത്ത പടമാണ്. KNK പ്രൊഡക്ഷൻസാണ്. അങ്ങനെ ഈ 2 കമ്പനികളിലാണ് കൂടുതൽ അഭിനയിച്ചത്. പ്രത്യേകിച്ച് P സുബ്രഹ്മണ്യം മുതലാളിയുടെ പടങ്ങളിലായിരുന്നു സ്ഥിരം ഒരു സാന്നിധ്യമായിരുന്നു ജ്യേഷ്ഠനും നസീറും ഒക്കെ. എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത്, ആ കാലങ്ങളിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് നേമത്തിനും ബസ് പിടിച്ച് സ്റ്റുഡിയോയിൽ പോകുന്ന കാലഘട്ടമൊക്കെ ജ്യേഷ്ഠൻ പലപ്പം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആദ്യകാലങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ സ്നാപ യോഹന്നാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭീഷ്മാചാര്യരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളരെ പരമസാത്വികനായ പുരാണ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒരു വില്ലനായി മാറിയത്? വില്ലൻ കഥാപാത്രം ആദ്യം ചെയ്യുന്നത് ശശികുമാർ സാറിൻ്റെ ലവ് ഇൻ കേരള, സിൽവർ ഹെഡ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അവിടുന്നാണ് ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് ജ്യേഷ്ഠൻ. സിൽവർ ഹെഡ് എന്ന് പറയുന്നത് ഈ തല ഷേവ് ചെയ്തിട്ട് അലൂമിനിയം പെയിന്റ് തലയിലടിച്ചെന്നാ പറയുന്നത്. അന്ന് ആലോചിക്കണല്ലേ, അന്ന് കാലത്ത് അലൂമിനിയം പെയിന്റ് പോലൊരു സാധനമൊക്കെ അടിച്ച് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. 1 വയസ്സായപ്പോഴാണ് വന്ന് കണ്ടേന്ന് പറഞ്ഞു. അതെ, ജോസ് പ്രകാശ് സാർ ആ വീട്ടിലെ മൂത്ത മകനാന്ന് പറഞ്ഞു. അതെ. ഈ മൂത്ത മക്കൾക്ക് എപ്പോഴും കുറച്ചുകൂടെ അച്ഛൻ്റെയും കൂടെ ഉത്തരവാദിത്വം വരുന്ന ഒരാളാണ്. താഴെയുള്ള ആളുകളെയൊക്കെ നോക്കുക എന്ന് പറയുന്നത്. വീട്ടിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നോ ആ പരുവത്തില്? ഞാനത് പറഞ്ഞു വരുമ്പം എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജോസ് പ്രകാശ്, എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. കാരണം ഞങ്ങൾ 7 പേരുടെ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു പുള്ളി. സഹോദരിമാരുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ പഠിത്തത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തിയ ഒരു മനുഷ്യനാണ്. ഞാനിന്നും ഇവിടെ അഭിമാനമായിട്ടിരിക്കുന്നത് ജോസ് പ്രകാശിൻ്റെ അനുജൻ എന്നുള്ള ആ ഒരു ഒറ്റ ലേബലിൽ അവിടെ ഇരിക്കുന്നു. അതിലാണ് എനിക്ക് അഭിമാനമുള്ളത്. ഞാൻ ഇപ്പം പ്രേംപ്രകാശ് എന്ന് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതൊന്നും മറക്കാൻ പറ്റിയില്ല. പിന്നെ ചോദിച്ചൊരു ചോദ്യം,
ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്രയും സാധുവായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സിനിമയിലെ വില്ലനാണോ ഈ ആള് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ജ്യേഷ്ഠൻ്റെ മക്കൾക്കൊക്കെ ചില കല്യാണം ആലോചിച്ചപ്പോഴത്തേനും ആ വീട്ടുകാർ പറഞ്ഞു അങ്ങേരുടെ വീട്ടിലൊന്നും ഒന്ന് കല്യാണം ആലോചിക്കരുത്, അങ്ങനെ മഹാ കുഴപ്പക്കാരൻ, വില്ലനാ, അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാ, പുള്ളി ബലാത്സംഗമൊക്കെ ചെയ്യുന്ന ആളാ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ല, ആ ഒരു ഇമേജ് പുറത്തുണ്ടായിരുന്നു. പക്ഷേ വളരെ സ്വാദുവായ, വളരെ സിമ്പിളായിരുന്നു. ഒന്ന്, പുള്ളി ഒരു സിനിമ താരമല്ല, സൊല്യൂൻ്റെ ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിച്ചയാളാണ്. ഈ 8 മക്കളില് ഒന്നാമനാണ് ജോസ് പ്രകാശ് സാറ്, 8ാമനാണ് പ്രേംപ്രകാശ് സാർ. അതെ. 1ാമന് സിനിമയുണ്ട്, 8ാമന് സിനിമയുണ്ട്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും സിനിമ പരിപാടികളിലേക്ക് എത്തിയിട്ടുണ്ടോ? എൻ്റെ ഒരു ബ്രദർ, 3ാമത്തെ ബ്രദർ, പുള്ളി ടോം പ്രകാശ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹവും മരിച്ചുപോയി. ബിഷപ്പിന്റെ വിളിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. അതും ജ്യേഷ്ഠന്റെ ഏർപ്പാടിൽ കൊണ്ടുപോയി സുബ്രഹ്മണ്യത്തോട് പറഞ്ഞിട്ട് അവിടെ പോയി അഭിനയിച്ചതാണ്. സിനിമയുമായി ബന്ധം വന്നത് പിന്നെ ജോസ് പ്രകാശിന്റെ മൂത്ത മകൻ രാജൻ പ്രൊഡ്യൂസറായി സിനിമകൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ കലയോട് വേറെ ആർക്കുമില്ല. പിന്നെ ഉള്ളത് ഞങ്ങളുടെ സഹോദരിയുടെ മകൻ ഡെന്നീസ് ജോസഫ്, എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ഡെന്നീസ്. അവനും സിനിമയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി, സംവിധായകനായി. പിന്നെ കലയോട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ മക്കൾ 2 പേരും ഈ ഫീൽഡിലുണ്ട്, അറിയാം. ബോബി, സഞ്ജയ്, അവർ തിരക്കഥാകൃത്തുക്കളാണ്. പിന്നെ എൻ്റെ മോളുണ്ട്, ആ മോള് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ കലയോട് ഞങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ള കുടുംബം തന്നെയാണ്. അതെ. ഈ ഒന്നിച്ച് അഭിനയിച്ച സിനിമകൾ, ഞാനും ജ്യേഷ്ഠനും ആദ്യം ഒന്നിച്ച് അഭിനയിക്കുന്ന സേതുമാധവൻ സാറിൻ്റെ പണിതീരാത്ത വീടാണ്. അതിൽ നന്ദിത ബോസിൻ്റെ കാമുകൻ്റെ റോളാണ് ഞാൻ അഭിനയിച്ചത്. പുള്ളി ഒരു പോലീസ് ഓഫീസറുമാണ്, അതേ സമയത്ത് എൻ്റെ അച്ഛൻ്റെ റോളുമാണ്. എന്നെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വേഷമാണ്. പിന്നെ KG ജോറി സാറിൻ്റെ രാപ്പാടികളുടെ ഗാഥ പത്മരാജൻ എഴുതിയ, അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. പിന്നെ രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന സിനിമയാണോ ഇപ്പൊ ഒരു പ്രിന്റും ഇല്ലാണ്ടായ പടം? പ്രിന്റേ ഇല്ല. അത് പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളുടെയും പ്രിന്റ് ഇല്ലല്ലോ, ഇപ്പൊ കിട്ടാനില്ലല്ലോ. ഈ രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സിനിമയുടെ യാതൊന്നും ഇന്ന് ലഭിക്കാനില്ല, ഒന്നുമില്ല, പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റില്ല് എൻ്റെ കയ്യിലുണ്ട്, ഒരു സ്റ്റില്ല് ആകപ്പാടെ. പ്രേംപ്രകാശ് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നു, നിർമ്മാണം ഉണ്ടായിരുന്നു, അഭിനയമുണ്ട്, എല്ലാ രീതിയിലും സിനിമയുടെ സമസ്ത മേഖലകളിലും വന്നു. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ സീനിയറായ, അല്ലെങ്കിൽ 1950കളുടെ തുടക്കത്തിൽ സിനിമ ഇങ്ങനെ കാണണം നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് സിനിമയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും വലിയ ഉപദേശങ്ങൾ തരുമായിരുന്നോ? നീ ഇന്ന കാര്യം നോക്കണം. എനിക്ക് വളരെ ഉപദേശങ്ങൾ തന്നിട്ടുള്ള ആളാണ്. ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്നുമുണ്ട്. അതിലൊരു വാചകം എൻ്റെ മനസ്സിൽ എന്നും പ്രതിധ്വനിക്കുന്ന ഒരു വാചകമുണ്ട്. എന്നോ അവസരത്തിൽ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, എൻ്റെ ആ ചെറുപ്പത്തിൽ ചോദിച്ചതായിരിക്കാം, എന്തുകൊണ്ടാണ് ഇന്ന ഡയറക്ടേഴ്സ് ചേട്ടനെ അഭിനയിക്കാൻ വിളിക്കാത്തത്? എൻ്റെ ന്യായമായ ഒരു സംശയം. അന്ന് സ്ഥിരം ശശികുമാർ സാറ്, കൃഷ്ണൻ നായർ സാറ്, AB രാജ് സാറ്, ഇങ്ങനെ ഹരിഹരൻ, ഇവരുടെയൊക്കെ പടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ജോഷി, വേറെ ചിലരുടെ ആൾക്കാരുടെ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ച് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമ്മളെ വേണ്ടാഞ്ഞിട്ടായിരിക്കും. അല്ല, എന്നാലും എങ്ങനെയാ? ഇല്ലടാ, ഞാൻ ആരോടും അങ്ങനെ, നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും, നമ്മൾ അങ്ങോട്ട് പോകണ്ട. ആ പറഞ്ഞ കൂട്ടത്തിലൊരു വാചകമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. നമ്മളെ ഒരാൾക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളായിട്ട് വഴിമാറിയേക്കണം. ഇതെനിക്കൂടെ അന്നും പറഞ്ഞ. പിന്നെ ഞാനൊരു അഭിനയവും കഴിഞ്ഞ് ഞാൻ പെരുവഴി അമ്പലം സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കാൻ ഒരു പ്രൊഡ്യൂസറായപ്പോൾ എന്നോട് പറഞ്ഞതുകൊണ്ട്, സത്യസന്ധമായിട്ട് പെരുമാറണം, സിനിമയാണ്, സത്യസന്ധത വേണം, ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിച്ച് നീ അത് കൈകാര്യം ചെയ്യണം. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട്. ഞാൻ എന്നും ഏത് സിനിമ എടുക്കുമ്പോഴും അദ്ദേഹത്തെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ജോസ് പ്രകാശ് സാറിനോടൊപ്പം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, നിരവധി ചിത്രങ്ങളിൽ നായകനായിട്ടുള്ള, ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ റൊമാൻറ്റിക് ഹീറോ ആയ ഒരു അഭിനേതാവ്. അങ്ങനെയും ഇങ്ങനെയൊന്നും നമ്മുടെ മലയാളം ടെലിവിഷനുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാറില്ല. ഞങ്ങൾ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചപ്പോൾ സ്നേഹപൂർവ്വം ഞങ്ങളെ പരിഗണിക്കുകയും അതിൽ ഞാൻ വരണം, അതെൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ചെയ്ത ഒരാൾ. ഇന്ന് അദ്ദേഹത്തെ ഷൂട്ടിങ്ങിന് മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം നർമ്മത്തിൽ ചാലിച്ചൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ പഴയ രവികുമാർ.
എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുതിയ രവികുമാർ വന്നിട്ടില്ലല്ലോ, എന്നാലും ഞാൻ പഴയ രവികുമാർ എന്ന് നർമ്മത്തിൽ പറഞ്ഞ മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട രവികുമാർ സാർ. സാർ സ്വാഗതം നമ്മുടെ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ഈ എപ്പിസോഡിലേക്ക്. ജോസ് പ്രകാശ് സാറിനെ രവികുമാർ സാർ ആദ്യമായിട്ടൊരു കണ്ട ഓർമ്മകളുണ്ടോ? ഉണ്ട്. ആ, ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. ആദ്യമായിട്ട് എൻ്റെ അച്ഛനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അമ്മ എന്ന് പറഞ്ഞൊരു സിനിമയിൽ KP കൊട്ടാരക്കര M കൃഷ്ണനായർ ഡയറക്റ്റ് ചെയ്ത അമ്മ. അതിലുണ്ട് അച്ഛനായിട്ട് പപ്പയും ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ പപ്പയും, അമ്മയായിട്ട് ശ്രീവിദ്യ, വളത്തമ്മയായിട്ട് KR വിജയും, വളത്തച്ഛനായിട്ട് മധുചേട്ടനും. അത് 1974 അന്ന് മുതൽ ഞാൻ പപ്പ എന്നാണ് വിളിച്ചിട്ടുള്ളൂ. അന്ന് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സുള്ള ആർട്ടിസ്റ്റായിട്ട് ഞങ്ങളുടെ സീനിയേഴ്സിന് ഫീൽഡ് അതായിരുന്നു അന്ന്. വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യുള്ളൂ. അവരൊക്കെ ഞങ്ങളെ വാടാപോടാന്നാണ് വിളിക്കുള്ളൂ. അത് ആ വാത്സല്യം കൊണ്ട് വിളിക്കണതാണ്. ഇന്ന് വിളിക്കാൻ മക്കളെ അറിയാമില്ല. ഇന്ന് ഹീറോനെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ല, ചെറുതാണേലും വേണേ വിളിച്ചാൽ മതി. അത് എടാ രവി എന്നൊക്കെ ആരെയുള്ള ശരി. പക്ഷേ നസീർക്ക അങ്ങനെ വിളിക്കില്ല, എസ് എന്നാ വിളിക്കുള്ളൂ അദ്ദേഹം. ഇവർക്ക് വാത്സല്യം അച്ഛൻ്റെ വയസ്സ് ഉണ്ട്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് രാജൻ. ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നോ ഒരു സ്റ്റാറാണെന്നോ, അദ്ദേഹത്തിൻ്റെ വഴിയിലൊരു സ്റ്റാറായിരുന്നു. വില്ലെന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതും. ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ എറണാകുളത്ത് വന്ന് കഴിഞ്ഞ് വലിയ ആർട്ടിസ്റ്റായി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു. അത് രാജൻ പറഞ്ഞാൽ എനിക്കറിയോ. നടക്കാൻ പോകുമ്പോൾ പഴയ ആർട്ടിസ്റ്റാണെന്ന് മുമ്പ് ഏത് കടയിൽ ചായ കുടിച്ച് ആ കടയിൽ കയറി ചായ കുടിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്നോ നിങ്ങൾക്ക് അറിയാമല്ലോ? എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോസ് കണ്ടെന്ന് ഞാൻ പഴയ കാലത്തിലോട്ട് പോയി. ഇതൊക്കെ കാണുമ്പോൾ ഒരു 70 പോയി. ഞാൻ വന്ന പീരീഡാണല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോഴേ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ നിർമ്മിച്ച ഉല്ലാസയാത്ര. അതിൽ പപ്പ, ജോസ് പ്രകാശ് ഏട്ടൻ, ഷീലാമ്മയുമായിരുന്നു പേര്. അതിനകത്ത് രവിയേട്ടൻ സിനിമ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ 19 വയസ്സിലല്ലേ അത്? 19 വയസ്സ്. 19ാമത്തെ വയസ്സിൽ നിർമ്മാതാവാണ്, പ്രൊഡ്യൂസറാണ്. എന്നെ ആക്കിയതാ എൻ്റെ അച്ഛൻ. ഉല്ലാസയാത്ര രവികുമാർ ഫിലിംസ്. അതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറയണെങ്കിൽ, മരിച്ചുപോയ ജയൻ, അദ്ദേഹം അതിനു മുമ്പ് ശാപമോക്ഷം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ എറണാകുളത്ത് എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ലൊക്കേഷൻ കാണാൻ വന്നിട്ട് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുമ്പോൾ പപ്പ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ മോൻ രാജൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തെ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ വരാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ രാജനാണ് വിളിച്ചുകൊണ്ട് BTH എന്നിട്ട് ആ പടത്തിലുള്ള ഉല്ലാസയാത്രയിൽ അച്ഛൻ ഉടനായിട്ട് മെയിൻ വില്ലനായിട്ട് ജയന്, കൃഷ്ണനായർ എന്ന് പറഞ്ഞ ജയന്, അത് പഴയ ആൾക്കാർക്ക് അറിയാം. ഓ, അത് ഞാന് പ്രഭാചേട്ടൻ ഈ പറഞ്ഞ കഥ ഇപ്പൊ ഒരു ചോദ്യം, അതായത് ഈ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ജയനെ എന്ന് പറയുന്നതിനകത്ത് ജയൻ സാറിന് ആ പേരിട്ടത് ജോസ് പ്രകാശേട്ടന് ഉള്ളതാണ്. അതെ, അതായത് ഈ ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ. അതിനുശേഷം വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഒരു കടയുണ്ട്, ജോസ് പ്രകാശ് ആൻഡ് സൺസ്. അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻ നായർ. അവിടെ ഇരിക്കും, ഭയങ്കര എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ JC പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ.
അപ്പം കൃഷ്ണനായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്ന് പേരിട്ട് ജ്യേഷ്ഠനാണ്. അത് കൂടാതെ കോട്ടയത്തെ ജയവിജയന്മാർക്ക് ആ പേരിട്ട് ജ്യേഷ്ഠനാണ്. കാരണം ഞങ്ങളുടെ അയൽവക്കമാണ് ജയന്മാരുടെ ഫാമിലി. അപ്പോ ഈ മനോജ് കെ ജയൻ ജയൻ ഇഷ്ടംപോലെ ഭക്തിഗാനങ്ങൾ ജയവിജയന്മാര് വലിയ സംഗീതജ്ഞരാണ്. സിനിമയുടെ സംഗീത സംവിധാന രംഗത്തിലെല്ലാം ഒരാളുടെ പേര് ജയനെന്നും വിജയനെന്നും സെപ്പറേറ്റ് വിളിക്കുമെങ്കിലും ജ്യേഷ്ഠന്റെ ഒരു നാടകത്തിന് സംഗീതം കൊടുത്തത് ഇവരാ. അപ്പം ജ്യേഷ്ഠൻ പറയാം, നിങ്ങളുടെ പേര് ഞാൻ ജയവിജയന്മാർ എന്നാക്കുക, കാരണം ഇവരുടെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടുണ്ട്, അവരുടെ അടുപ്പക്കൂടുതലുണ്ട്. ഓ, ഇതൊക്കെ ഈ തിക്കുറിശി സാറാണ് ഇങ്ങനത്തെ പരിപാടികൾ പേരിടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് രണ്ടും പുതിയ അറിവാ. അതെ അതെ, ഇതും ജയൻ തന്നെ രണ്ടുപേരിലും യാദൃശ്യമായിരിക്കും. വിജയന്മാർക്ക് പേരിടുമ്പോഴും കൃഷ്ണനായരെ ജയൻ എന്നുള്ള പേരിടുമ്പോഴും യാദൃശ്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ വിജയം ജയം എന്ന് വെച്ചാൽ വിജയം. അതെ, അങ്ങനെ അച്ഛനോട് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം. അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുക, ബാക്കി ആരും ഇതിനുള്ള ഡയറക്ടേഴ്സ് ഒന്നുമില്ല. പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുക എൻ്റെ പടത്തിൽ ആരൊക്കെ അഭിനയിക്കണം. അച്ഛൻ പറഞ്ഞു ശരി, എൻ്റെ പടത്തിലുള്ള ഒരു വില്ലൻ റോളായിട്ട് ചെയ്യണം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ. അവിടെയാണ് ജയൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഹീറോ ഒരു ഉദയം. വേറെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ അച്ഛൻ ഇതിനു മുമ്പ് 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യമായിട്ട് സത്യമാഷ്ടർ, രണ്ടാമതായിട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ പ്രേം നസീർക്ക, മൂന്നാമത് ഈ ചെറിയ ആർട്ടിസ്റ്റ് ഞാൻ, ഉല്ലാസയാത്രകൾ. അച്ഛൻ അവർ രണ്ടുപേരും ത്യാഗസീമ എന്ന് പറഞ്ഞ പടത്തിലായിരുന്നു. ത്യാഗസീമകളായിരുന്നു പ്രേം നസീർ ആദ്യമായിട്ട്. അതിനെ റെക്കമെൻഡ് ചെയ്തത് തിക്കുറിശി ആശാനായിരുന്നു. അച്ഛൻ്റെ അതിനു മുമ്പത്തെ പടങ്ങളിലൊക്കെ തിക്കുറിശി ആശാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ലെറ്റർ കൊടുത്തയച്ചു, ദിസ് ബോയ് അബ്ദുൽ ഖാദർ ഈസ് വെരി ഗുഡ് ഇൻ ആക്ടിങ്, മിസ്റ്റർ മാഡം ഇഫ് യു ക്യാൻ പ്ലീസ് ഗിവ് ഹിം സം റോൾ. അങ്ങനെയാണ് കൊളത്തൂറായിരുന്നു അച്ഛൻ. വേറെ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ പണിതരുന്നുണ്ട് അച്ഛനായിരുന്നു, ശ്രീകൃഷ്ണ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ്. മെരിലാൻഡിനും ഉദയയുടെ മുമ്പ് കൊളത്തൂരിൽ. കൊളത്തൂർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം കൊളത്തൂര്. അവിടുത്തെ ആദ്യത്തെ സ്റ്റുഡിയോ, ആദ്യത്തെ കേരളത്തിലെ ശ്രീകൃഷ്ണ. പക്ഷെ രവികുമാർ സാറൊക്കെ ചെന്നൈ അല്ലേ? ചെന്നൈളാ ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞിട്ടാ ഞാൻ ജനിച്ചത്. ഞാൻ 54 ജനിച്ചത്. ഇതൊക്കെ 50s ബിഗിനിങ്ങിലാണ്. അപ്പൊ അക്കാലത്ത് ഇപ്പൊ പറഞ്ഞു ഇവരെല്ലാം നായകന്മാരാണ്. ശരിക്കും സൗഹൃദങ്ങൾ ഉണ്ടാവുമെങ്കിലും എപ്പോഴെങ്കിലും ഇത്രയും വില്ലനായിരുന്നതിന്റെ ഒരു ദുഃഖം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വില്ലനല്ല, അല്ലാത്ത വേഷങ്ങൾ ചെയ്യണം. കാരണം നിരന്തരം വില്ലനുണ്ട്. ഒരു 10 കൊല്ലത്തോളം എത്ര സിനിമകളിൽ വില്ലനായിട്ടുണ്ടെന്നുള്ളതിന് കൈയും കണക്കുമില്ല. അത് ജേഷൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഒരു ക്യാരക്ടർ റോള് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പുള്ളിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള ചുരുക്കം ചില വേഷങ്ങൾ അസലായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഒന്ന്, ഞാൻ തന്നെ നിർമ്മിച്ച പെരുവഴി അമ്പലത്തിലെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, വളരെ ശ്രദ്ധേയമായ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഭാര്യ, തിക്കുറിശി ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം, അതിൽ രാഗിണിയുടെ കാമുകനായിട്ടായിരുന്നു, നല്ലൊരു വേഷമായിരുന്നു. അതേപോലെ അരനാഴിക നേരത്തിലെ ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ടായിരുന്നു. കാട്ടുകുരങ്ങിലെ ആ നാദബ്രഹ്മത്തിൽ നിന്നുള്ള പാട്ട് പാടുന്ന ആ ക്യാരക്ടർ, ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറേ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദ്യകിരണങ്ങൾ, കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാലത്ത് വിഷമം ഇല്ലാഴികയില്ല, പക്ഷേ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട് എല്ലാവർക്കും. ഒരു പടം നസീറുണ്ട്, ഷീലയുണ്ട്, ജയഭാരതിയുണ്ട്, എന്നാൽ ജോസ് പ്രകാശ് വില്ലൻ. ഇങ്ങനെ ഒരു കഥ ചട്ടക്കൂടുണ്ടാക്കി വെച്ചത് കൊണ്ട് പറ്റിയതായിരിക്കാം. ശരിക്കും പുള്ളി ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുമുണ്ട്, നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. വേറൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അന്ന് ഈ ഹീറോ സിനിമയിൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളും സർവ്വ ഗുണഗണ സമ്പന്നനായിട്ടുള്ള ആളുമായിരിക്കും ഹീറോ. പക്ഷെ നമ്മൾ സിനിമകൾ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ ഒരു വിദ്യാഭ്യാസത്തിന്റെ, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി നമുക്ക് തോന്നുന്നത് എപ്പോഴും വില്ലനായിരിക്കും. വില്ലൻ വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ ഒരിക്കലും ഒരു ഹീറോ ഒരാൾ നല്ല കാര്യം ചെയ്ത വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പടം, നിങ്ങൾ എത്ര പടം പരിശോധിച്ചാലും ഹീറോയ്ക്ക് ഇത് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ജോസ് പ്രകാശ് സാറിന്റെ വില്ലന്മാരെല്ലാം വളരെ സോഫിസ്റ്റിക്കേറ്റഡ്, നല്ല ഇംഗ്ലീഷ് പറയുന്ന, നല്ല ഇംഗ്ലീഷ്, അതും പപ്പയുടെ ഇംഗ്ലീഷൊക്കെ. ബൈ ദ ബൈ ഒന്നും ഇവർ ഇടുകയില്ലായിരുന്നു. അത് കൈ നിട്ടുന്നതാണോ അന്നത്തെ എഴുത്തുകാർ കൂടെ? കാരണം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അന്നത്തെ എഴുത്തുകാരും ഇവര് നടന്മാരും തമ്മിലുള്ളൊരു നല്ലൊരു കോപ്പറേഷൻ കാണും. ചില ഒരു അഭിപ്രായം പറഞ്ഞു കാണുമായിരിക്കും. പുള്ളിയുടെ തന്നെ അഭിപ്രായം ഞാൻ പറയുന്നില്ല, നമുക്കത് ഇടാം എന്ന് പറഞ്ഞാൽ ഒരു ശശികുമാർ സാർ സമ്മതിച്ചിരിക്കാം, കൃഷ്ണനായർ സാർ സമ്മതിച്ചിരിക്കാം. അത് ആ ഒരു രീതിയിൽ ഒരു കൊടുക്കൽ വാങ്ങലിൽ
പറയപ്പെട്ടതാണ്. പിന്നെ ജേസനെ പറ്റി പറയുമ്പോൾ പുള്ളി 7 കൊല്ലം പട്ടാളവാസത്തിൽ പുള്ളിക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹം ഹിന്ദിയും ഇംഗ്ലീഷും സുന്ദരമായിട്ട് സംസാരിക്കും. ഏത് ഹിന്ദിയിലും സംസാരിക്കും. ഞാനിത് ആലോചിച്ചു. കാരണം തുടക്കത്തില് പ്രേമരാജ് സാർ പറഞ്ഞു അദ്ദേഹം 10ാം ക്ലാസ് പാസ്സാകാത്ത ആളാണ്. നമ്മൾ ശ്രദ്ധിച്ചാല് 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരാളുടെ ആക്സെന്റോ ടോണോ ഒന്നും അല്ല. ഇംഗ്ലീഷ് റെൻഡറിംഗ് ഒക്കെ ഗംഭീര റെൻഡറിംഗ്. വേറൊരു കാര്യമുണ്ട്, അന്നത്തെ ഇംഗ്ലീഷ് വേറെയാണ്. അത് കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് പറയും. അതെ, ബ്രിട്ടീഷ് സ്വാധീനമുള്ളതുകൊണ്ട് അന്ന് 10ാം ക്ലാസ് പഠിച്ചവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് സംസാരിക്കാൻ ഒക്കില്ല. നിർമ്മാതാവുണ്ട്, നമ്മുടെ കയ്യില് നടനുണ്ട്. ഉറപ്പായിട്ടും ഈ പങ്ക്തിയിലേക്ക് ഇനി കടന്നു വരേണ്ടത് ഒരു സംവിധായകനാണ്. 2 പേരും നിർമ്മാതാക്കളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സംവിധായകൻ കൂടെ വരേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ ചിത്രങ്ങൾക്ക് മലയാള സിനിമയിൽ അന്നോളം ഉണ്ടായിരുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫോർമാറ്റുകൾ പൊളിച്ചുകൊണ്ട് പുതിയ തരം ചിത്രങ്ങൾക്ക് നമുക്ക് കുടുംബചിത്രങ്ങൾ, അല്ലെങ്കിൽ സിനിമയുടെ തന്നെ ജോണർ മാറ്റില്ല, കുടുംബചിത്രം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് കീഴെ വന്ന സിനിമകളുടെ ഒരു തലം തന്നെ മാറ്റി മലയാളികൾക്ക് കാണിച്ചു തന്ന ഡയറക്ടർ നമ്മൾ സ്നേഹപൂർവ്വം ഓർമ്മയിൽ നിന്നും ജോസ് പ്രകാശ് എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സംവിധായകൻ സാജൻ സാർ. സാർ സ്വാഗതം ഓർമ്മയിൽ നിന്നും ജോസ് പ്രകാശ് എന്ന് പറയുന്ന പരമ്പരയിലേക്ക്. ഇത്രയും നേരം രവികുമാർ സാറിനോടും പ്രേമരാജ് സാറിനോടൊക്കെ സംസാരിക്കുമ്പം ഇങ്ങനെ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ, അദ്ദേഹത്തിന്റെ സിനിമ, അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം, ഇതെല്ലാം കണ്ടപ്പോഴെനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പേരിലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് സ്നേഹമുള്ള സിംഹം എന്ന് പറയുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ജോസ് പ്രകാശ് സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം എവിടെ തുടങ്ങുന്നു, എങ്ങനെയായിരുന്നു? അദ്ദേഹം വളരെ സീനിയർ നടനാണ്. ഇന്നിപ്പം ഞാൻ പറയാതെ തന്നെ അറിയാം. ശങ്കരൻ നായർ സാറ് ആണ് എൻ്റെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരം പോയി കാണുന്ന വ്യക്തികളിൽ ഒരാൾ ബേബിച്ചാനാണ്, ജോസ് പ്രകാശ് സാറ്. കാരണം സ്വാമീസ് ലോഡ്ജിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്. നെല്ലിക്കോട് ഭാസ്കരേട്ടൻ, ശങ്കരാടി സാറ്, ബേബിച്ചായൻ, ഇവരെല്ലാം അവിടെയാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഈ പഴയ കാലത്ത് നാടക കാര്യങ്ങൾ മറ്റെല്ലാം അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. മാത്രമല്ല, ഞാൻ TS കോടമ്പുഴ എന്നൊരു പത്രപ്രവർത്തനോട് വർക്ക് ചെയ്യുമ്പോൾ ബേബിച്ചായനെ കുറിച്ച് കൂടുതൽ പറയും. പുള്ളിക്കാരൻ നല്ല ഗായകനാണ്. മനോഹരമായ ഹിന്ദി പാട്ടുകൾ, എന്ത് ആസ്വാദ്യമായിട്ട് പാടുന്നറിയാം. അല്ല, അത് ആ പാരമ്പര്യം കറിയാച്ചനുണ്ട്. പിന്നെ കറിയാച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ കറിയാച്ചൻ, അതായത് പറയാൻ വെച്ചാൽ കറിയാച്ചൻ ഇദ്ദേഹത്തിന് പ്രേം പ്രകാശ് എന്ന് വിളിക്കുന്ന അത്ര ഒരു ചുരുക്കാണ് പുള്ളി, അയാൾ ഇഷ്ടമല്ല. അതാ മുഖത്ത് കാണാതെ എന്തോ പുള്ളിക്കാരൻ്റെ. ഞാൻ കുറെ നേരമായിട്ട് ചുരുക്ക് വാങ്ങിച്ചോണ്ടിരിക്കുക. അതെ. അപ്പോൾ ഞാൻ കാണുന്നത് ഒന്ന് തിക്കുറിശി മാമൻ, അദ്ദേഹം തിക്കുറിശി തിരുവനന്തപുരത്തപ്പുറത്താണ്. അപ്പം മാമനോട് സംസാരിക്കുമ്പോൾ പിന്നെ കുറച്ച് പിള്ളേരോട് സംസാരിക്കുമ്പോൾ പുള്ളി ഒരു ചെറുപ്പക്കാരനായിട്ട് മാറും. ആ രീതി. പിന്നെ കുറച്ച് അറിവുകൾ കിട്ടണമെങ്കിൽ ബേബിച്ചാൻ്റെ കൂടണം, പാട്ടും കിട്ടും. ശങ്കരാടി സാറിൻ്റെ അടുത്ത് പോയാൽ ഞാൻ സാമീസ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി കിടങ്ങി നടക്കും. കാരണം നല്ല നാടരി ചോറും തയ്യൻകുട്ടിയൊക്കെ ഭക്ഷണം കഴിക്കും. സ്വാമീസ് ഈ സിനിമ അതെ ഉഗ്ര. അത് ഞാൻ ബേബിച്ചാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. നല്ല മീൻകറി. എന്നിട്ട് അതിനെക്കുറിച്ച് പറയും. അത് പുള്ളിക്കാരൻ്റെ ഭാര്യയെക്കുറിച്ച് പറയും. എന്താ ഭാര്യയുടെ പേരെന്ന് പറഞ്ഞത്? സിനിമ എന്ന് പറയും. മാത്രമല്ല വേറെ ഇടയ്ക്കെന്ന് പറയുക, ഇദ്ദേഹം ഈ സ്ത്രീകളോട് ഈ ബലാത്സംഗം അഭിനയിക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല. ആർക്ക്? ചിന്തമ്മ എന്ന് പറഞ്ഞ ജോസ് പ്രകാശ് സാറിന്റെ ഭാര്യ, ചേച്ചിയുടെ പേരാ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല. അത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കും. അതൊക്കെ ബേബിച്ച എന്നോട് പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെ അത് വില്ലനാകുമ്പോൾ അതൊക്കെ ചെയ്യണ്ടേ? എൻ്റെ അടുത്ത് പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ ഞാൻ കൊന്നിട്ട് ചെന്നാലും ഒരു പ്രശ്നമില്ല, പിടിച്ചു പറിച്ചിട്ട് ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു സിനിമയിൽ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ വീട്ടിൽ പറയില്ല, എന്റെ വേഷം ചെയ്തെന്ന് പറയില്ല. പിന്നെ പുള്ളിക്കാരത്തി അങ്ങനെ അല്ലേ, കുടുംബകലം ഉണ്ടായെങ്കിലോ. സത്യം, ഇതൊക്കെ പറയുന്നത് തുറന്നു പറയും. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അന്നത്തെ കാലത്ത് 100-ന്റെ നോട്ട് ഏതാണ്ട് നമ്മുടെ സിനിമാ പോസ്റ്റിന്റെ 6 ഷീറ്റിന്റെ ക്വാർട്ടർ ഷീറ്റിന് അത്ര വലിപ്പം, 100-ന്റെ നോട്ട്. അത് വേവിച്ചാൻ പറയും, ഇത് കണ്ട 100-ന് ഇത് കിട്ടണമെങ്കിൽ, ഇത് കാണണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ബേബിച്ചാനെ കുറിച്ചുള്ള അനുസ്മരണമാണെങ്കിൽ ഒരു കാര്യം പറയണം, ഉറപ്പായിട്ടും പറയും. ഈ രവികുമാറിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൊളത്തൂപ്പുഴ രവിയിൽ രവീന്ദ്രൻ
ഞങ്ങൾ അഞ്ചലും കുളത്തൂപ്പുഴ അടുത്തടുത്താണ്. കുളത്തൂപ്പുഴ. അപ്പോൾ ഞാൻ ഞങ്ങളോട് 5-20 കിലോമീറ്ററാണ് കുളത്തൂപ്പുഴ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ പോകും. ഞാൻ എന്നെക്കാളും പ്രായത്തിൽ കൂടുതലാണെങ്കിലും ഞാൻ ഇടാപാടാണ് വിളിക്കുന്നത്. അവൻ എന്നെ നല്ലപോലെ തിക്കുരിശുവാൻ വിളിക്കുന്ന മാതിരി നല്ല ഭാഷയിൽ ചീത്തയും വിളിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിൻ്റെ ഡയറക്ടറോടാ എനിക്ക് എന്തെങ്കിലും വേഷം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ മദനോത്സവത്തിൽ വേഷം വാങ്ങിക്കാൻ ഡബ്ബിങ് അല്ല പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതിനകത്ത് വേഷമൊന്നുമില്ലല്ലോ പറഞ്ഞു. നല്ലൊരു ഡബ്ബിങ്ങിനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോയത് ഉള്ളതാണ്, കടന്നു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടേ ഇതുപോലെ ഒരു മാനേജർക്കൊരു വേഷമുണ്ട് ഡബ്ബിങ്, നീ ചെയ്യാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഭയങ്കര തെറി. രാവിലെ വീട്ടിൽ വന്നിട്ട് വൈഫ് എന്താ വഴക്ക് പറഞ്ഞു, വന്നിട്ട് ആ ഡബ്ബ് ചെയ്തു. അതിനുശേഷം ഈ രവികുമാർ ഒരു കാലത്ത് കത്തി നിൽക്കുന്ന നടനല്ലേ, അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യുന്നത് ഈ രവീന്ദ്രനായിരുന്നു, കുളത്തൂപ്പുഴ രവീന്ദ്രൻ. അതറിയാമല്ലോ. ഇവിടെ ഓർമ്മയിലെന്നും രവീന്ദ്രൻ മാസ്റ്റർ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. കൈതപ്പുറം തിരുമേനി രവീന്ദ്രൻ മാസ്റ്റർ ഭാര്യയൊക്കെ വന്നിരുന്നു. ആ എപ്പിസോഡിൽ നമ്മൾ പാട്ട് പറയുന്നതിന്റെ ഏതാണ്ട് അത്രയും തന്നെ പ്രസക്തമായിട്ട് അദ്ദേഹം ഡബ് ചെയ്ത സിനിമകളെ കുറിച്ചും അപ്പം രവികുമാർ സാറിനെ പറ്റി ഒരുപാട് ആ എപ്പിസോഡിൽ റെഫറൻസ് വന്നിട്ടുണ്ട്. ആ കാലഘട്ടം പറയുമ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ എപ്പിസോഡ് ഉണ്ടായിരുന്നു, കൈതപ്പുറം തിരുമേനി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടിന് തൊട്ട് മുമ്പായിട്ട് ഒരു സമയത്ത് മുഴുവൻ ഇപ്പോ ജോസ് പ്രകാശ് സാറ് പാടിന്ന് അഭിനയത്തിലോട്ട് വന്നു. ഇത് ഡബ്ബിംഗ് ആയിരുന്നു, ഡബ്ബിംഗ് എന്ന് പാട്ടിലോട്ട് വന്നു. അപ്പൊ അത് പറയുമ്പോൾ ഒരുപാട് ഇത് പറഞ്ഞു. അതിന്റെ പിന്നില് രവികുമാരോട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഈ ബലാത്സംഗത്തെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം, ഞാൻ കൃഷ്ണൻ നായർ സാറിന്റെ സുപ്രഭാതം എന്ന പടത്തിൽ അഭിനയിച്ചു. ഞാനും വിൻസെന്റും വില്ലന്മാരാണ്. ചെങ്കൽപ്പേട്ടയിൽ ഔട്ട്ഡോറാണ്. അതിൽ ഞാനും വിൻസെന്റും കൂടെ സാധനയെ റേപ്പ് ചെയ്യണം. ഒരു കുന്നിൻ്റെ മുകളിൽ പോയി ഈ റേപ്പ് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അത് ഞാനും വിൻസെന്റ് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോൾ പിടിക്കുന്നു എനിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു. ഉടനെ കൃഷ്ണൻ നായർ സാർ പറയാ, ജോസ് പ്രകാശിന്റെ അനിയനായിട്ട് റേപ്പ് ചെയ്യാൻ അറിയാൻ പറ്റുന്ന എന്നത് എടോ ആ ബ്ലൗസെ പിടിച്ചൊരു ഒന്ന് വലിക്ക്. പിന്നെ എന്നെ കൊണ്ട് ആ ബ്ലൗസ് സാധന കേട്ടോ, അവരൊക്കെ മരിച്ചുപോയി. സുപ്രഭാത പടം. അതിപ്പോ ഈ ബലാത്സംഗം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. അയ്യോ പുള്ളിക്കാരൻ അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ ജോസ് പ്രകാശ് സാർ അന്ന് വീട്ടിൽ ചെല്ലുമ്പം സിനിമേന്റെ വഴക്കുണ്ടാക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ അത്ര എത്തിയില്ലല്ലേ? വേറൊരു കാര്യം പറയാനുണ്ട്. ജോസ് പ്രകാശ് മിസ്സസിന്റെ കാര്യം ഞങ്ങൾ അമ്മച്ചിന്നാ വിളിക്കുക. ജീവിതത്തില് അവരുടെ വീട്ടില് ഉണ്ടാക്കണ വെള്ളപ്പം പാലപ്പോന്ന് ഞങ്ങൾ സത്യമാണ്. ഞാൻ രാജന്റെ പടം അതല്ല, ജീവിതത്തിൽ ആ ടേസ്റ്റില് ഞാൻ അതുവരെ സത്യമാണത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അമ്മച്ചി എന്ന് പറഞ്ഞാൽ. ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ രാജൻ വീട്ടിൽ വിളിച്ചോണ്ട് പോകും. ഞാൻ പറയാം അമ്മച്ചിയോട് ചെയ്യാൻ പറയുന്നു. പക്ഷേ നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ ചീത്ത പറയും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ സ്പാളൊന്നും അടിക്കാൻ നോക്കില്ല. അമ്മച്ചിക്ക് അവിടെ സ്പാളടിക്കുക, അത് പപ്പ അടിച്ചാലും ഇഷ്ടമുള്ള വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയാം അമ്മച്ചി ഇതൊക്കെ കഴിക്കണമെങ്കിൽ 2 എണ്ണം അടിച്ചാലോ ഒക്കുള്ളൂ, നീയാണ് കുറെയൊക്കെ ചീത്തയാക്കണം എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയും. ഈ പാലപ്പം കഴിക്കാനായിട്ട് ഈ പ്രൈം മിനിസ്റ്ററൊക്കെ എറണാകുളത്ത് വരുമ്പം നിർബന്ധമായിട്ട് അല്ല, ഞാൻ അവിടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റു എഴുതി കൊടുത്ത് വെച്ചത് ഈ ഐറ്റം കഴിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്നു. അങ്ങേരെ കൈപ്പട ചേച്ചി നല്ല പ്രൈം മിനിസ്റ്റർ കഴിച്ചിട്ട് നെഹ്റു വീട്ടിൽ വന്നിട്ടുണ്ട്. ചേച്ചി നല്ല കുക്കായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ മീനും ചിക്കനും അതൊക്കെ വെച്ച് നല്ല മുളകിട്ട മീൻകറി. മീൻകറി നന്നായിട്ട് കഴിച്ചെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഉപയോഗിക്കുന്നത്. ബേബിച്ചായന്റെ മകൻ രാജൻ ജോസഫാണ് ഉപഹാരം എന്നൊരു സിനിമ എടുത്തത്. ഞാനാണ് ഡയറക്ട് ചെയ്തത്. അതിനുമുമ്പ് ബേബിച്ചായനോട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വിട്ടുപോകാതെ പറയുക. അപ്പോൾ കൂടുതൽ ഷൂട്ടിങ് ഈ വീട്ടിൽ ഉപഹാരത്തിൻ്റെ ഷൂട്ടിങ് അവിടെ ആയിരുന്നു. നമ്മുടെ വളഞ്ഞമ്പലം, എറണാകുളത്ത് വളഞ്ഞമ്പലത്തിൻ്റെ അടുത്താണ്. അവിടെയാണ് വീട്. ആ വീടിന് മുമ്പിൽ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലുമായി 2 സ്തൂപങ്ങളൊക്കെ ഉണ്ട്. ആ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് കണ്ടാൽ നമുക്ക് അറിയാം ബേബിച്ചാൻ്റെ വീടാണ്. പിന്നെ ഈ അവർക്ക് രാജന് ഒരു ഡ്രൈ ക്ലീൻ കടയുണ്ടായിരുന്നു, ജോസ് ജംഗ്ഷൻ, ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ജയനൊക്കെ വന്നു പോകുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, അവിടെ ശാപമോക്ഷം എന്ന പടത്തിൽ ജയസി സാറാണ് അദ്ദേഹത്തിന് ജയൻ എന്ന പേര് മാറ്റിയത്. അല്ല, അത് ബേബിച്ചാന പറഞ്ഞുകൂടെ ഇപ്പം. അത് ആരെന്ത് പറഞ്ഞാലും അവനെ ഖണ്ഡിക്കാൻ പോവില്ല. അതാണ് ആ മനുഷ്യന്റെ ക്വാളിറ്റി. ഞാനാണ് വെച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല, തർക്കിക്കാൻ നിൽക്കുന്നില്ല. മാത്രം ഇനി വേർന്ന് വെക്കണോ ഉഷാരടി, ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ കാലത്ത് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന അഭിനയിക്കുന്ന ആളിനെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു മഹാമനസ്കത ബേബിച്ചാനിൽ നമ്മൾ കണ്ടുപഠിക്കണം. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ല പെർഫോം ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മൾ ചെയ്യണത് നിൽക്കുള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരു ഡമ്മിയായിട്ട് നിന്നാലോ, ഞാൻ എന്തുവാ പരാക്രമം കാണിച്ചാലും അതെയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ അതെനിക്ക് അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ കൂട്ടിളങ്കിളി എന്നൊരു സിനിമയിൽ ബേബിച്ചാൻ രാമൻ നായർ എന്നൊരു രാഷ്ട്രീയ നേതാവ്, മമ്മൂട്ടി RDO ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് രാഷ്ട്രീയക്കാരന്മാർക്ക് എന്തും പ്രകടിപ്പിക്കാമല്ലോ. അതിന് എനിക്ക് ബേബിച്ചാൻ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കൂട്ടിളങ്കിളിയിൽ വിജയ മൂവീസ് എടുത്തെ ഞാൻ ചക്കരമ്മയ്ക്ക് ശേഷം. അപ്പോൾ എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലാണ് ഇത്. അങ്ങനെ മമ്മൂട്ടിയുമായിട്ട് പുള്ളി ഇങ്ങോട്ട് ഒരു വാഗ്വാദമുണ്ട്. ആ ചോദ്യോത്തരങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ പുള്ളിയാണ് കേരളം കണ്ടുപിടിച്ച മാതിരി ആ ബേബിച്ചാൻ്റെ ഒരു പെർഫോമൻസ്. ഇതിനകത്ത് അതിൽ ബലാത്സംഗം മറ്റൊന്നുമല്ലോ, ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് അപ്പം മമ്മൂട്ടിക്ക് തിരിച്ച് ഡയലോഗ് പറയാം, പക്ഷെ പറയില്ല. അപ്പം അതിന് ശേഷം മമ്മൂട്ടിയെ പറ്റി പറയുകയാണ്, എൻ്റെ പൊന്നു സാജ മമ്മൂട്ടിയുടെ ചില സൈലൻ്റ് നോട്ടം ഉണ്ടല്ലോ, അപ്പം എനിക്കങ്ങോട്ട് കത്തി ജ്വലിക്കാൻ തോന്നുവാണ്, ആവശ്യം കൊള്ളുവാണ്. സത്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് ആക്ടർ സൈലൻ്റ് റിയാക്ഷൻ ആയാലും മമ്മൂട്ടിയുടെ സൈലൻ്റ് റിയാക്ഷന് ഭയങ്കരമായിട്ട് പോഴ്ത്തി പറഞ്ഞ് കൂട്ടുകളെ കണ്ടു എപ്പോഴെങ്കിലും ഓർത്തു നോക്കൂ. അതുപോലെ ആ കാലത്തുള്ള നെല്ലിക്കോട് ഭാസ്കരേട്ടനെ പറ്റി ഉമാരോജി താമസിക്കുകയാണ് അല്ലേ, സ്വാമി ലോഡ്ജിൽ. ഭാസ്കരേട്ടനെ പറ്റി, ഭാസ്കരേട്ടൻ പഴയ നാടകനാണ്, അറിയാം നെല്ലിക്കോട് ഭാസ്കരൻ. പിന്നെ അപ്പം അദ്ദേഹത്തെ പറ്റി, ശങ്കരാടി ചേട്ടനെ പറ്റി. ശങ്കരാടി ചേട്ടൻ അപ്പുറത്തുണ്ട്. ഇത് ഈ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ആരും പരസ്പരം ഇത്രയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇനിമേലാണെങ്കിൽ ശത്രുത എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കൊടുത്ത ശത്രുതയാണ്. ഈ അവസരത്തിൽ നമുക്ക് എറണാകുളംകാരൻ അല്ലെങ്കിൽ ജോസ് പ്രകാശ് സാറിന്റെ ഒക്കെ ഒരുപാട് ഒപ്പം കാണുകയും പരിചയപ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, തിരക്കഥാകൃത്ത്, നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള SN സ്വാമി സാർ ജോസ് പ്രകാശ് സാറിനെ ഓർക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുമാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അവസാനം ഒന്നും ഇല്ലാത്തവരായി പോയിട്ടുണ്ട്. ജോസ് പ്രകാശ് അങ്ങനെയല്ല. തൻ്റെ ജോലി, അതിൽ നിന്നുള്ള സമ്പാദ്യം അദ്ദേഹം കൃത്യമായി മുടക്കി മക്കൾക്ക് വേണ്ടി അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചു. അതുകൊണ്ട് അവരിന്ന് വളരെ പ്രോസ്പെറിറ്റിയിലാണ് ജോസിൻ്റെ മക്കൾ രണ്ടുപേരും. അപ്പോൾ ഈ ജോസ് പ്രകാശിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിലെ വില്ലനോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ പോട്ടെ, പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ശരിക്കും നല്ല ഹീറോ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ ഈ പറയണ പോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ ഓർക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ബേബിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ. കാരണം വെച്ചാൽ അതിന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ സ്ലാങ്ങും ബോഡി ലാംഗ്വേജും ഇതൊക്കെയാണ്. ജോസ് പ്രകാശിനെ ആരും മറക്കില്ല അങ്ങനെ വരും. അപ്പൊ ഈ ഒരുപാട് പേർക്ക് അദ്ദേഹം എക്സാമ്പിൾ ആവേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളും അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പ്രവർത്തികളാകേണ്ടതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല. അപ്പോൾ ഉപഹാരം ഷൂട്ടിങ് ബേബിച്ചാൻ്റെ വീട്ടിലാണ്. മകനാണ് പ്രൊഡ്യൂസർ, പ്രകാശ് മൂവി ടോൺ. അപ്പോൾ ഊണ് നമുക്ക് പ്രൊഡക്ഷനിൽ നല്ല ചാപ്പാടാണ് അവിടെ രാജൻ അറിയുന്നത്, ബെസ്റ്റ് ഫുഡാണ്. എങ്കിലും ബേബിച്ചായനുണ്ടെങ്കിൽ ബേബിച്ചായനും ഞാനും പിന്നെ രാജൻ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് മിക്കവാറും പ്രൊഡക്ഷൻ ചാപ്പാടാക്കി മേടിക്കുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അപ്പോഴായി ഞാൻ പറഞ്ഞ മുളകിട്ട മീൻകറി ഉണ്ടല്ലോ കോട്ടയംകാരുടെ, എന്നാ സ്വാദാണ് അത്. സത്യം പറഞ്ഞാൽ എന്നാന്നുള്ളത് ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്. എന്നിട്ട് പോലും അച്ഛനെ കുറിച്ച് ഓർത്തപ്പം എനിക്ക് എന്നാ സ്വാദാ ഇത് പറഞ്ഞാൽ നേരത്തെ പുള്ളി പറഞ്ഞ മാതിരി അമ്മച്ചിര ഫുഡ് അത് നല്ല കുക്കായിരുന്നു ചേച്ചി. നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല. അപ്പോൾ ഉപഹാരം ഷൂട്ടിങ് ബേബിച്ചാൻ്റെ വീട്ടിലാണ്. മകനാണ് പ്രൊഡ്യൂസർ, പ്രകാശ് മൂവി ടോൺ. അപ്പോൾ ഊണ് നമുക്ക് പ്രൊഡക്ഷനിൽ നല്ല ചാപ്പാടാണ് അവിടെ രാജൻ അറിയുന്നത്, ബെസ്റ്റ് ഫുഡാണ്. എങ്കിലും ബേബിച്ചായനുണ്ടെങ്കിൽ ബേബിച്ചായനും ഞാനും പിന്നെ രാജൻ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് മിക്കവാറും പ്രൊഡക്ഷൻ ചാപ്പാടാക്കി മേടിക്കുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അപ്പോഴായി ഞാൻ പറഞ്ഞ മുളകിട്ട മീൻകറി ഉണ്ടല്ലോ കോട്ടയംകാരുടെ, എന്നാ സ്വാദാണ് അത്. സത്യം പറഞ്ഞാൽ എന്നാന്നുള്ളത് ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്. എന്നിട്ട് പോലും അച്ഛനെ കുറിച്ച് ഓർത്തപ്പം എനിക്ക് എന്നാ സ്വാദാ ഇത് പറഞ്ഞാൽ നേരത്തെ പുള്ളി പറഞ്ഞ മാതിരി അമ്മച്ചിര ഫുഡ് അത് നല്ല കുക്കായിരുന്നു ചേച്ചി.